സർക്കസുകളിൽ വന്യമൃഗങ്ങളെ ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും സെൻട്രൽ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. രാജ്യത്തെ 23 സർക്കസ് കമ്പനികൾക്ക് നിർദ്ദേശം. വന്യജീവികളെ പീഡിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. ചൈനയിലെ പോലെ സർക്കാർ ഇടപെടൽ ശക്തമാക്കിയാൽ കൃഷി ലാഭകരമാക്കാമെന്ന നടൻ ശ്രീനിവാസൻ. കർഷകനോട് സമൂഹത്തിനുള്ള മനോഭാവം മാറണം. സാമ്പത്തിക നഷ്ടം മൂലമാണ് കേരളത്തിലെ ജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങാത്തത് എന്നും ശ്രീനിവാസൻ. പുലിമുരുകൻ സിനിമ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത 2 പേർ അറസ്റ്റിൽ. വ്യാജ സിനിമാ സൈറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരാണ് കോയമ്പത്തൂരിൽ പിടിയിലായത്. 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ അവതാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിക്ഷേപകർ. അവതാർ ഗോൾഡിന്റെ 3 ഉടമകളിൽ 2 പേർ അറസ്റ്റിൽ. ലുധിയാനയിൽ സുരക്ഷാ ജീവനക്കാരന്റെ അടിയേറ്റ് ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന സ്ത്രീ മരിച്ചു. മർദ്ദനത്തെ തുടർന്നുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബന്ധുക്കൾ ബാങ്ക് ഉപരോധിച്ചു. ഡിസംബർ 10-ന് ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ ബസ് സേവനങ്ങളിലും നിരോധിച്ച നോട്ടുകൾ സ്വീകരിക്കില്ല. സമയപരിധി കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കി. ബാങ്ക് ATM പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകാൻ ഇനിയും വൈകും. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ 2000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് സേവന നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പെട്രോൾ, ഡീസൽ, ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങി 8 മേഖലകളിലാണ് ഇളവ്. H-1B വിസ സംബന്ധിച്ച നിലപാടുകൾ കടുപ്പിക്കില്ലെന്ന സൂചനയുമായി US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് ജോലിക്കായി അമേരിക്കയിലെത്തുന്നവർ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമെന്ന് ട്രംപ്. ഭീകരതയോടുള്ള പാക് നിലപാടിൽ അടിസ്ഥാന മാറ്റം വേണമെന്ന് അമേരിക്ക. അഫ്ഗാനിസ്ഥാനിലെ US സൈനികരെ ഭീഷണിപ്പെടുത്തുകയും ഇന്ത്യയെ ഉന്നയിക്കുകയും ചെയ്യുന്ന ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും അമേരിക്ക. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതിരുവിട്ട് പെരുമാറിയതോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അണ്ടർ-17 ലോകകപ്പ് വേദിയാകാനുള്ള അവസരം കലൂർ സ്റ്റേഡിയത്തിന് നഷ്ടമാകാൻ സാധ്യത. നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിനിടെ കാണികൾ അതിരുവിട്ട് പെരുമാറിയെന്ന് പരാതി. ആരാധകരുടെ പെരുമാറ്റത്തെ ടൂർണമെന്റ് ഡയറക്ടർ വിശേഷിപ്പിച്ചത് കലാപമെന്ന്.